ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് സ്വദേശിയായ മുൻ സൈനികനെ കർണാടക ഉടുപ്പി ടോൾ പ്ലാസയിൽ അപമാനിച്ചതായി പരാതി. സൈന്യത്തിൽ നിന്ന് പരിക്കേറ്റ് വിരമിച്ച EV ശ്യാമരാജിന് അർഹമായ ടോൾ ഇളവ് അനുവദിച്ചില്ല. 30 മിനിറ്റോളം ടോൾ ബൂത്തിൽ പിടിച്ചു നിർത്തിയെന്നുമാണ് പരാതി. ಅಲ್ಲೆಲ್ಲ ಹೊಡೆದಾಡ್ಕೊಂಡು ಬಂದ್ವಲ್ಲ ಈಗ. ಅದು ಯಾಕೆ ಅದು ತಪ್ಪು? ನಾನು ತಪ್ಪಿದ್ರೆ ನನಗೆ ಏನಾದ್ರು ಬೈದಿಯಾನ? ಅದು ಯಾರು ಮಾತಾಡಿದ್ದಾನ? ಕರೆಕ್ಟ್ ರೋಲ್ ತಗೊಂಡು ಬಂದಿಲ್ವಾ? ಅಲ್ಲ ತಗೊಂಬಂದಿದ್ರು ಅವರು, ಬಟ್ ನನ್ಗೆ ಮೇಲೆ ನಾನು ಒಂದ್ಸಲ ಹಾಕಿರ್ಬೇಕು. ബട്ട് നോടി ഡിസർവ് ಮಾಡುವ അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, കൃത്യമായി അദ്ദേഹം വീൽ ചെയറിലായിരുന്നിട്ടും അത്രയധികം സമയം കാത്തു നിർത്തുകയാണ്. അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ് ഇദ്ദേഹം പറയുന്നത്? വിനീത, EV ശ്യാമരാജ് ഇന്ത്യൻ ആർമിയിൽ പാരാ സ്പെഷ്യൽ കമാൻഡോ ആയിരുന്നു. ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന ഒരു ഓപ്പറേഷൻ, ഒരു ഏറ്റുമുട്ടലിനിടെയാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തത്. വീൽ ചെയറൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോഴും അദ്ദേഹം യാത്രയൊക്കെ ചെയ്യുന്നത്. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം രാത്രിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടായത്. സുഹൃത്തിനൊപ്പം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടെ ഈ ഉടുപ്പി ടോൾ ബൂത്തിൽ വെച്ചാണ് ഈ ദുരനുഭവം നേരിട്ടത് എന്നതാണ് EV ശ്യാമരാജ് പറയുന്നത്. ഇദ്ദേഹത്തിന് വാർ കാഷ്വാലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത്തരം സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ടോൾ ബൂത്തുകളിൽ ടോൾ ഇളവ് നൽകാറുണ്ട്. ആ ഇളവ് നൽകണമെന്ന് അവിടെ എത്തിയപ്പോൾ ആവശ്യപ്പെട്ടു. എന്നാൽ അവിടുത്തെ ജീവനക്കാർ അത് അനുവദിച്ചില്ല. പിന്നീട് അതൊരു തർക്കത്തിലേക്ക് പോയി. 30 മിനിറ്റ് സമയം വീൽ ചെയറിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് ഇറക്കി അവിടെ ഈ 30 മിനിറ്റ് സമയം പിടിച്ചു നിർത്തി എന്നതാണ് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത്. പിന്നീട് കൂടുതൽ ഈ ടോൾ ബൂത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് അദ്ദേഹത്തിന് ടോൾ ഇളവ് നൽകിയത്. ഇതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ പരാതി നൽകും എന്നതാണ് ഇപ്പോൾ ഈ EV ശ്യാമരാജ് മുൻ സൈനികൻ അറിയിച്ചിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകി.